വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഉദ്ഘാടന പരിപാടി നടത്തുകയാണ്. നസറത്തിലെ സിനഗോഗാണ് ഉദ്ഘാടന പ്രസംഗത്തിന് ഈശോ തിരഞ്ഞെടുത്ത വേദി. നസറത്ത് ഈശോയുടെ സ്വന്തം സ്ഥലമാണ്. സിനഗോഗ് നമുക്കറിയാം, പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്കായി വിശ്വാസികൾ ഒന്നിച്ചുകൂടിയിരുന്ന സ്ഥലമാണ്. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. 16-ാമത്തെ വചനം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് പതിവ് പോലെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം തന്നെ 2-ാമത്തെ അധ്യായം 42-ാമത്തെ വചനം ഇങ്ങനെ പറയും: അവൻ പതിവ് പോലെ തിരുനാളിന് പോയി. വീണ്ടും 22-ാമത്തെ അധ്യായം 39-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ഈശോയുടെ ജീവിതത്തിൽ ഒരു പതിവ് ആയിട്ട് ചെയ്യുന്ന ചില രീതികളുണ്ടായിരുന്നു. പതിവായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ നമ്മൾ ഇവിടെ കണ്ടത്. അവൻ പതിവ് പോലെ സാബത്ത് ദിവസം അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ദൈവവചനം വായിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. സിനഗോഗിൽ പ്രവേശിച്ച് പതിവായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ, പതിവായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി നമ്മൾ അവിടെ കാണുകയാണ്. വചനം വായിക്കുന്ന ശൈലി. നമ്മളൊക്കെ വചനം വായിക്കുന്നവരാണ്, എല്ലാ ദിവസവും വായിക്കുന്നവരാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ മറന്നു പോവും, അല്ലെങ്കിൽ അത് പിന്നെ ആകട്ടെ എന്ന് കരുതും. ഈശോയുടെ ജീവിതത്തിൽ അത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പതിവായിട്ട് സിനഗോഗിൽ ചെന്ന് വചനം വായിക്കാൻ നല്ല ഈശോ തയ്യാറെടുക്കുമായിരുന്നു. സിനഗോഗിൽ വന്നിട്ട് വായിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ കിട്ടിയത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് നൽകപ്പെട്ടത്. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 18-ാമത്തെ വചനം: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയ്ക്ക് തൻ്റെ ദൗത്യം വെളിപ്പെട്ട് കിട്ടുകയാണ്. പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ താൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യാൻ തൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം, അത് വളരെ വ്യക്തമായിട്ട് അറിയുന്നു. ആ ദൗത്യം ജനത്തിൻ്റെ മുൻപിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈശോ ചെയ്യുക. സ്ഥിരമായി വചനം വായിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം വായിക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്നവർക്ക് ജീവിതത്തിൽ ഏത് ദൗത്യമാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു തരും. വളരെ വ്യക്തമായി ഓരോ ദിവസവും അതിരാവിലേക്ക് ഉണർന്ന് വചനം വായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എത്രയോ സമയം വളരെ ഏകാഗ്രതയിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ, ഉത്തരവാദിത്വങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം ഏകാഗ്രതയോടെ വചനം വായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആ സമയം തന്നെ ഇന്നത്തെ ദിവസം, ആ പ്രത്യേക ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെയൊക്കെ പോകേണ്ടി വരും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ, വളരെ വ്യക്തമായി വ്യക്തിപരമായി നല്ല ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ പലപ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിച്ചത്, അല്ലെങ്കിൽ പിശാചുകളെ പുറത്താക്കിയത്, രോഗികളെ സുഖപ്പെടുത്തിയത് തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ മനസ്സിൽ ആ വചനം ഉണ്ടായിരുന്നു. എപ്പോഴും വേദനയുടെ സമയത്തും പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല, ശുശ്രൂഷയുടെ സമയത്തും സന്തോഷത്തിലുമെല്ലാം തിരുവചനം ഉദ്ധരിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുരിശിൽ കിടക്കുന്ന ഈശോ അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപൊക്കെ സങ്കീർത്തന വചനം ഉച്ചരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ ധ്യാനിക്കുന്നതുമാണ്. തിരുവചനം ഈശോയുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. വചനം എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ മനസ്സിൽ നിറയുമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കെന്നും കരുത്ത് പകർന്നു തരുന്ന, നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ വെളിപ്പെടുത്തലുകൾ നൽകുന്ന തിരുവചനം വായിക്കുന്നത് ഒരു പതിവ് ശുശ്രൂഷയാക്കി മാറ്റിയാൽ, ഒരു പതിവ് ക്രമമായി നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താൽ ഇത്തരത്തിലുള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ഒന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം വായിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല ഒരു കാരണവശാലും. ഏത് സാഹചര്യത്തിലും, അനുകൂലമാകാം, പ്രതികൂലമാകാം, സന്തോഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാകാം, അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന നിമിഷത്തിലും ആകാം, തിരുവചനത്തിലൂടെ വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന ഈശോ. മറ്റ് പല കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഉള്ള കൃപ ചോർന്നു പോകുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടാം. അങ്ങനെ അനുഭവപ്പെട്ടിട്ടുമുണ്ട് പലപ്പോഴും. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് വായിക്കും തോറും നമ്മളിൽ ദൈവിക ശക്തി നിറയുകയാണ്. ദൈവികത മാനുഷികതയിലേക്ക് കടന്നു വന്ന് ഈ മാനുഷിക സ്വഭാവത്തെ മുഴുവൻ ദൈവിക സ്വഭാവം കൊണ്ട്, ദൈവിക ശക്തി കൊണ്ട് കർത്താവ് നിറച്ചു തരികയാണ്. ആവർത്തിച്ച് വചനം വായിക്കും തോറും ഒരു അഭിഷേകം നമ്മളിൽ നിറയുകയാണ്. അങ്ങനെ നമ്മൾ അഭിഷേകമുള്ളവരായി, കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോയ്ക്ക് അങ്ങനെ പറയാൻ വലിയൊരു ബോധ്യമായിരുന്നു, ഒരു ധൈര്യമായിരുന്നു. അത് അങ്ങ് പ്രഖ്യാപിക്കാൻ വലിയൊരു ശക്തിയായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒരു അഭിഷേകത്തിൻ്റെ നിറവ് നമ്മളിൽ വളരണമെങ്കിൽ, ഒരു അഭിഷേകത്തിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ വചനത്തിൻ്റെ ശക്തി എല്ലാ ദിവസവും ഒരു പതിവ് പോലെ തന്നെ അത് പാനം ചെയ്യാൻ, ആവോളം അത് നുകർന്നെടുക്കാൻ മടി കാണിക്കല്ലേ എന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും, ഒരുപക്ഷെ നവീകരണത്തിലേക്കൊക്കെ വന്ന സമയത്ത് നിർത്താതെ വായിക്കുമായിരുന്നു വചനം, മണിക്കൂറുകൾ വായിക്കുമായിരുന്നു വചനം. ഏതെങ്കിലും കാരണത്താൽ വചനം വായിക്കുന്ന പതിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഈ സമയം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും ഈശോ ചെയ്തിരുന്ന ഈ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ വചനം വായിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് കർത്താവ് ശക്തി തരട്ടെ. ഒന്നുകൂടി ഒന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ പതിവ് നമ്മൾ ഇങ്ങനെ കാണും. ലൂക്കായുടെ സുവിശേഷം തന്നെ 2-ാമത്തെ അധ്യായം 42-ാമത്തെ തിരുവചനം. അവൻ പതിവ് പോലെ തിരുനാളിന് പോയി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു പതിവ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നു. അപകടങ്ങൾ വരുമ്പോൾ മാത്രമല്ല, വലിയ ക്യാൻസർ രോഗം വന്നു, അല്ലെങ്കിൽ ഇപ്പം മരിക്കും, ICUലാണ് ആള് കിടക്കണത്, അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, കടബാധ്യതകൾ വരുമ്പോൾ മാത്രമല്ല, തകർച്ചകൾ വരുമ്പോൾ മാത്രമല്ല, വേദനയുടെ നിമിഷങ്ങളിലും ദേവാലയത്തിൽ പോകുന്ന ഒരു പതിവ്. എല്ലാ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലും ദേവാലയത്തിൽ പോകുന്ന ഒരു പതിവ് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിരാവിലെയൊക്കെ എഴുന്നേറ്റ് ബലി അർപ്പിക്കാൻ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ അങ്ങനെയൊക്കെ പോകുന്നവരാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളാൽ ദേവാലയം സന്ദർശിക്കാൻ മടി കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ ഈ പതിവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കണമേന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ വലിയൊരു പതിവാണ് ദേവാലയത്തിൽ പോകുക എന്നുള്ളത്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഇടവകയിൽ ഒരു സഹോദരനുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ഒക്കെ ഒരു തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സഹോദരനാണ്. 4 മക്കളാണ്, 3 പെൺകുട്ടികളും ഒരു ആൺ കൊച്ചും. മൂത്തത് 3 പെൺകുട്ടികളാണ്. മൂത്ത മോൾക്ക് 28 വയസ്സ്, തൊട്ട് താഴെയുള്ള മോള് 26 വയസ്സ്, അതിന് താഴെയുള്ള മോള് 23 വയസ്സ്. അങ്ങനെ അത്രയും പ്രായത്തിൽ വിവാഹം കഴിച്ചയക്കാൻ ഒരുപോലെ പ്രായത്തിൽ എത്തി നിൽക്കുന്ന പെൺകുട്ടികൾ. ഈ സഹോദരൻ, ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അങ്ങേയറ്റമാണ്. ഒന്നും തന്നെ കാര്യമായിട്ട് ഇവരുടെ വീട്ടിലില്ല. വലിയ വിധത്തിൽ സാമ്പത്തിക ഞെരുക്കൊക്കെ ഉണ്ടെങ്കിലും ഈ സഹോദരൻ വളരെ സത്യസന്ധനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അതിലേറെ ദൈവത്തിലെ വിശ്വാസം ഉള്ള ഒരു സഹോദരനുമാണ്. പലപ്പോഴും ഞങ്ങൾ ദേവാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ സഹോദരനെ കാണും. സൈക്കിൾ ചവിട്ടി പള്ളിയിലേക്ക് വരും എല്ലാ ദിവസവും. അല്പം നേരത്തെ ദേവാലയത്തിലെത്തും. കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പലപ്പോഴും ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നാലും ഈ സഹോദരൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് എങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നുവോ അതേ നിൽപ്പ് ഒരു 20-25 മിനിറ്റെങ്കിലും അങ്ങനെ അങ്ങ് നിൽക്കും. പലപ്പോഴും ഞങ്ങൾ വാച്ചേ നോക്കിയിരുന്നിട്ടുണ്ട്, എത്ര സമയം ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കൂന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഈ സഹോദരൻ ഒരു 20-25 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ഒരൊറ്റ നിൽപ്പാൻ. ക്രൂശിത രൂപത്തിലേക്ക് നോക്കി, ഈശോയെ, നീ തന്ന ഈ മക്കളെ അവരെ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് എൻ്റെ കഴിവിൻ്റെ അപ്പുറമാണിത്, എങ്ങനെ ഈ കാര്യങ്ങൾ നടത്തും? കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതൊക്കെ പലപ്പോഴും കാണാമായിരുന്നു. അങ്ങനെ ദിവസവും പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമ്പോഴൊക്കെ പലരും വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളി കയറിയിരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ ആര് നടത്തും? മക്കളെ കെട്ടിക്കണമെന്ന് ഒരു ചിന്തയില്ലാത്ത മനുഷ്യൻ ഒരുപാട് നെഗറ്റീവ് രീതിയിൽ കമൻറ്റുകൾ പറയുന്ന, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന അനുഭവങ്ങളൊക്കെ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പോഴൊക്കെ ആരെങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞാലും ഈ സഹോദരൻ ഒന്ന് പുഞ്ചിരിക്കും. ഒരു വിധത്തിലും അവരെ കളിയാക്കുകയോ തിരിച്ചു മറുപടി പറയാനോ പ്രതികരിക്കാനോ ഇല്ല, പോകുകയില്ല.
ഞാൻ ഓർക്കുന്നു, കോൺവെന്റിലൊക്കെ ചേർന്നിട്ട് ഒരിക്കൽ അവധിക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പം ഈ സഹോദരൻ, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ കണ്ടപ്പം സൈക്കിൾ അവിടെ നിർത്തി. എന്നിട്ട് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ 3 മക്കളുടെയും വിവാഹം കഴിഞ്ഞു കേട്ടോ. എനിക്ക് അത്ഭുതമായി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, കോൺവെന്റിലായതുകൊണ്ട് കാര്യങ്ങൾ അറിയുന്നില്ലായിരുന്നു. ഈ സഹോദരൻ എന്നോട് പറയാ, സിസ്റ്ററെ മോളെ, ഒറ്റ വർഷം കൊണ്ട് 3 മക്കളുടെയും വിവാഹം നടന്നു. നല്ല നല്ല മരുമക്കൾ വന്നു, പൈസയൊന്നും തരണ്ട, ഞങ്ങൾക്ക് കൊച്ചിനെ ഒന്ന് കെട്ടിച്ചു തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഒരു സമ്പത്തും ആവശ്യപ്പെടാതെ വളരെ മനോഹരമായി 3 പെൺകുട്ടികളുടെയും വിവാഹം ഒറ്റ വർഷത്തിനുള്ളിൽ കല്യാണം നടന്നു എന്ന് ഈ സഹോദരൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സന്തോഷം കൊണ്ട് ഈശോയ്ക്ക് 1000 നന്ദി പറയാൻ തോന്നിപ്പോയി. ഒന്നൊരുമിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസവും ദേവാലയം സന്ദർശിക്കുന്ന ഈ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു അവസരം മനുഷ്യന്റെ ബുദ്ധിക്കൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നതിലപ്പുറം, നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായ തലത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന അവസരങ്ങളാണ് ദേവാലയം ദിവസവും സന്ദർശിക്കുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടാകുക. ഒരു കാരണവശാലും ചെറിയൊരു ജലദോഷമൊക്കെ വരുമ്പോഴേക്കും ഇനി പള്ളിപ്പോക്ക് വേണ്ട, തലവേദന എങ്ങാനും വന്നാലോ അങ്ങനെ പറഞ്ഞ് പള്ളിപ്പോക്ക് നിർത്തിയേക്കല്ല. ദേവാലയം സന്ദർശിക്കാൻ അല്പം പോലും മടി കാണിച്ചേക്കല്ല. അത് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പതിവായിട്ടുള്ള രീതിയായിരുന്നു, ഒരു പതിവായിട്ടുള്ളൊരു ശുശ്രൂഷയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്ത്യാനുകരണത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കൂടെയുള്ളവൻ മഹാസമ്പന്നനാണ്. ഈശോ കൂടെയുള്ളവൻ മഹാസമ്പന്നനാണ്. അവൻ കോടിപതിയാണോ, എന്താ പറയുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് വിളിക്കപ്പെടാം. എന്നാൽ ഈശോ ഇല്ലാത്തവനോ മഹാദരിദ്രനാണ്. ഈശോ ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത പോലെയാണെന്നാണ് ക്രിസ്ത്യാനുകരണത്തിൽ പറഞ്ഞു വെക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ദേവാലയം സന്ദർശിക്കാൻ, ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ, ദിവ്യകാരുണ്യം ഈശോയോടൊന്ന് പറ്റിച്ചേർന്നിരിക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് ഈ സമയം. 3-മത്തെ ഒരു പതിവ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. എന്നാത്തിന് പോയതാ? വെറുതെ പോയതാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിക്കാൻ പോയതാണ്. ചുമ്മാ കാറ്റുകൊള്ളാൻ പോയിരിക്കുന്നതാണോ? അല്ല. ഇനി ഉറക്കം വരാത്തോണ്ട് സമയം കളയാൻ ടൈം പാസിന് പോയതാണോ? അല്ല. ഈശോ പോയത്, പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടി, പിതാവുമായിട്ടുള്ള ബന്ധം അത് ആഴപ്പെടുത്താൻ വേണ്ടി മാത്രം ഈശോ ഒലിവ് മലയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിരുന്നിട്ട് കണ്ണുനീര് മുഴുവൻ കാണിക്കും, പറയാനുള്ളത് മുഴുവൻ പറയും, പിതാവ് പറയണത് മുഴുവൻ കേൾക്കും. അങ്ങനെ വലിയൊരു ബന്ധം, പിതാവും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധം ആഴപ്പെടുത്തുന്ന ഒരു സ്ഥലം. പതിവായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, പോകുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഒന്ന് ചിന്തിക്കണം, നല്ലതാ. പതിവായിട്ട് ഈശോ പോയത് ഒലിവുമലയിലേക്ക്. നമ്മൾ പതിവായിട്ട് പോകുന്നത് എവിടേക്കാണ്? പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ പതിവുകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പതിവുകൾ ഈശോയുടെ അരികിലേക്ക് എത്താൻ, ഈശോയുടെ കൈകളിൽ നിന്നും ശക്തി സംഭരിക്കാൻ, ഒരു നിമിഷം പോലും പതറിപ്പോകാതെ, ഒരു സെക്കൻഡ് പോലും തളർന്നു പോകാതെ, എല്ലാ അനുഭവങ്ങളിലും ഈശോയെ നീ മതി, ഈശോയെ നീ മതി, ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ലേലും എനിക്ക് നീ മതി ഈശോയെ, എനിക്ക് നീ മതി ഈശോയെ. ഇത് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ, ഇത് പറയാൻ ശക്തി കിട്ടണമെങ്കിൽ പതിവ് പോലെ അവൻ ഒലിവുമലയിലേക്ക് പോയി എന്ന ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുമിച്ചൊന്നുകൂടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നു. അവള് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയ കോഴ്സിന് ചേരണം, ആ ഒരു സ്റ്റേജിലാണ് നിൽപ്പ്. തൊട്ട് മുൻപ് അവൾ പൂർത്തിയാക്കിയ കോഴ്സിന് 96% മാർക്കുണ്ട്. ഇനി ഏത് കോഴ്സിന് പോകണമെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 3-4 ഓപ്ഷൻ ഒരുപോലെ നിൽക്കുകയാണ്. അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, ഇതിന് ചേരണോ, അതിന് ചേരണോ. ഈ മോള് വല്ലാത്ത വിധത്തിൽ കൺഫ്യൂസ്ഡ് ആണ്, അവൾ ആകെ അസ്വസ്ഥയാണ്. വന്നിരുന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഏതിന് ചേരണമെന്ന് ഒരു ഉറപ്പ് കിട്ടുന്നില്ല, ഞാൻ ആകെ അസ്വസ്ഥമാണ്, സമയം കഴിയുകയാണ്, അത് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കേണ്ട സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ ഇവളോട് ചോദിച്ചു, എൻ്റെ മോള് പ്രാർത്ഥനയൊക്കെ ഇപ്പം കുറഞ്ഞു പോയോ? അതെ സിസ്റ്ററെ, പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയി. നീ മുട്ടുകുത്തി ജപമാലയൊക്കെ ചൊല്ലുന്ന മോളായിരുന്നോ? അതെ സിസ്റ്ററെ. നീ വചനമൊക്കെ വായിക്കുന്ന മോളായിരുന്നോ? അതെ സിസ്റ്ററെ. പള്ളിയിലൊക്കെ പോകുന്ന കൊച്ചായിരുന്നോ? അതെ സിസ്റ്ററെ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം അതൊന്നുമില്ല സിസ്റ്ററെ, എല്ലാം നിന്നുപോയി. എന്നാ പറ്റിയേ? അറിയത്തില്ല, അത് അങ്ങനെ അങ്ങ് ആയിപ്പോയി. എനിക്ക് ഈശോയോട് ഒത്തിരി ഇഷ്ടമൊക്കെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, നിനക്കത് തന്നെയാണ് പറ്റിയത്. ഈശോയുമായുള്ള ബന്ധത്തിൽ എൻ്റെ മോൾക്ക് ഒരു ഇച്ചിരി കുറവ്, ഒരു വിടവ് വന്നപ്പോൾ തീരുമാനം എടുക്കാനും മോൾക്ക് പറ്റാതെയായി. അവളെ സഹായിച്ചു കൊടുത്തു. അവൾ നല്ല ബോധ്യത്തോടെ ഏത് കോഴ്സിന് ചേരണമെന്ന് അവൾ തന്നെ തീരുമാനിച്ചു. അവൾക്ക് അതിനുള്ള ഉറപ്പ് കിട്ടി. അതിലേറെ അവൾ പോയത്
അവൾ ഈശോയുമായുള്ള ബന്ധത്തിൽ വളരെയധികം ശക്തമായ നിലപാട്, ഈശോയോടുള്ള സ്നേഹത്തിൽ അവൾ വളരും എന്നുള്ള തീരുമാനത്തോടെയാണ് ആ മോള് തിരിച്ച് യാത്രയായത്. ഒന്നൊരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ, സ്ഥിരമായി പ്രാർത്ഥിക്കാൻ. ചില സഹോദരങ്ങളെ എനിക്കറിയാം ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഉപവാസം എടുക്കുന്നവരുണ്ട്. ചില സഹോദരങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില സഹോദരങ്ങൾ കരുണയുടെ ജപമാല മുടങ്ങാതെ ചൊല്ലുന്നവർ. പതിവ് പ്രാർത്ഥനകൾ മുടക്കരുതേ, പതിവ് ശുശ്രൂഷകൾ മുടക്കരുതേ. പതിവായിട്ട് ചെയ്യുന്ന രീതികൾ ഒരു വലിയൊരു അഭിഷേകമാണ്, അത് വലിയൊരു ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ പതിവുകൾക്കൊരു തെറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പതിവുകൾ തീർത്തും ഇല്ലാതെയാകുമ്പോൾ നമ്മൾ താഴ്ന്നു പോവുകയാണ്. ആത്മീയ നിലവാരം താഴ്ന്നു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ വായിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടല്ലോ, അതിൽ കണ്ട വചനം ഇങ്ങനെയാണ് ഈശോ വായിച്ചത്. എഴുന്നേറ്റ് നിന്ന്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആര് ദൈവത്തോട് ചേർന്നിരിക്കാൻ താല്പര്യം കാണിക്കുന്നുവോ അവർക്കുള്ള ഉത്തരവാദിത്വമാണ് കർത്താവ് ഇവിടെ പറയുക. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ എന്നെയും നിങ്ങളെയും കർത്താവ് നിയോഗിച്ചിട്ടുണ്ട്. മൈക്കൊന്നും എല്ലാവർക്കും വേണമെന്ന് നിർബന്ധവുമില്ല, എല്ലാവരെയും സ്റ്റേജിലേക്ക് കയറ്റണമെന്ന് നിർബന്ധവുമില്ല, എല്ലാവർക്കും ധ്യാന സെന്ററുകൾ വേണമെന്ന് നിർബന്ധവുമില്ല. ദരിദ്രര് നമ്മുടെയൊക്കെ അടുത്ത് എത്രയോ പേര്, പൈസ ഇല്ലാത്തവരെ മാത്രമല്ല ദരിദ്രരെന്ന് പറയുക, എത്രയോ രീതിയിൽ ദരിദ്രരുണ്ട് നമ്മുടെ ചുറ്റിലും. ഒന്ന് ഓർത്തു നോക്കിയേ. മാനസിക സംഘർഷം അനുഭവിക്കുന്നവര്, അല്പം പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നേയില്ല, സഹിക്കാൻ അല്പം പോലും ശക്തിയില്ല, എപ്പോഴും മുഖം വാടും, കൊച്ചു പ്രശ്നം വരുമ്പോഴേക്കും കണ്ണു നിറയും, ചെറിയൊരു അസ്വസ്ഥത വരുമ്പോഴേക്കും മദ്യം കഴിക്കാൻ പോവും. എത്രയോ രീതിയിൽ മനസ്സിന് ബലമില്ലാത്തവര്, മനസ്സിന് ശക്തി ചോർന്നു പോകുന്നവര് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആകാം. ആത്മീയ തലത്തിൽ, മാനസിക തലത്തിലൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, അവരുടെ അടുത്ത് പോയി ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് സംസാരിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു ധൈര്യം കൊടുക്കാൻ, അവരോട് ഈശോയെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരു നല്ല വാക്കൊക്കെ ഒന്ന് പറയാൻ സഹോദര സഹോദരി നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞേ പറ്റൂ. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു അഭിഷേകത്തിലേക്ക് തന്നെയാ നമ്മളെല്ലാവരെയും ഈശോ വിളിക്കുക. എല്ലാവരെയും ഈ ഒരു അഭിഷേകത്തിലേക്ക് തന്നെ കർത്താവ് വിളിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നു ബന്ധിതർക്ക് മോചനം. എത്ര പേരാ ബന്ധിതരായിട്ടുള്ളത്? പുറമേ നോക്കുമ്പോൾ നല്ല ടിപ്പ് ടോപ്പ്, ഒന്നും തോന്നുകയില്ല, നല്ല സ്മാർട്ടാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയോ രീതിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചില പാപത്തിൻ്റെ വേരുകൾ, ചില പാപത്തിൻ്റെ വാസനകൾ, ചില ആസക്തികൾ, വെറുപ്പിൻ്റെ മേഖല, അല്ലെങ്കിൽ എന്താ പറയുക, കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, എത്രയോ ബന്ധനാവസ്ഥ, എത്രയോ തകർച്ചകൾ, എത്രയോ ഞെരുക്കങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബന്ധനാവസ്ഥയിലുള്ളവരെയൊക്കെ ഒന്ന് മോചിപ്പിക്കാൻ കർത്താവ് നമുക്ക് അഭിഷേകം തരികയാണ്. വേണ്ടേ നമുക്ക് ഈ അഭിഷേകം സ്വീകരിക്കണം കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അന്ധർക്ക് കാഴ്ച, എല്ലാം കാണാൻ പറ്റും. കണ്ണ് തുറന്നാൽ കാണാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരുണ്ടെങ്കിലും നമുക്കൊക്കെ കാണാൻ പറ്റുന്നില്ലേ? എല്ലാം കാണുന്നില്ലേ? എല്ലാം കാണാം. മുന്നിൽ തെളിയുന്ന ക്രിസ്തുവിൻ്റെ രൂപം കാണാൻ പറ്റുന്നതാ ശരിയായിട്ടുള്ള കാഴ്ച. ക്രിസ്തുവിൻ്റെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനും ഒരു തരത്തിൽ അന്ധൻ തന്നെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അന്ധതയിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും അഭിഷേകം വേണം. എനിക്കും നിങ്ങൾക്കും അതിനാവശ്യമുള്ള വലിയ ശക്തി വേണം. ഈ ഒരു ശക്തി ഈ അഭിഷേകത്തിലൂടെയാ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പറയാൻ പറ്റുമോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത് പറയാനുള്ള വലിയൊരു ധൈര്യവും വലിയൊരു ശക്തിയും കർത്താവ് തന്നെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വീണ്ടും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എത്രയോ സഹോദരങ്ങൾ ആരോടും ഒരു വേദനയും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി, അഭിമാനബോധം അവരെ സമ്മതിക്കുകയല്ല, പലതും പങ്കുവെക്കാൻ, പലതും അറിയിക്കാൻ. തൊട്ടടുത്ത് ഒരു മുറിയിൽ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യണവരാണെങ്കിൽ പോലും, ഒരു വീട്ടിൽ ഒരു ഭവനത്തിൽ ഒന്നിച്ച് ഭക്ഷിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ പോലും അറിയാതെ നീറുന്ന അനുഭവങ്ങളുമായി കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ, അടിച്ചമർത്തപ്പെട്ട രീതിയിൽ എത്രയോ സഹോദരങ്ങൾ അട്ട ചുരുണ്ടുകൂടുന്ന പോലെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടിയിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാൻ, അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുക്കാൻ, അവരെയൊക്കെ കൃപയിലേക്ക് ഉയർത്താൻ ഈശോ ക്ഷണിക്കുകയാണ്.
ധൈര്യമുണ്ടോ ഇറങ്ങിത്തിരിക്കാൻ? ഈ ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്താവ് നയിക്കുകയാണ്. കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം. എന്താ അത്? കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുഹിതം വെളിപ്പെട്ട് കിട്ടുന്ന സമയം, കർത്താവിൻ്റെ തിരുമനസ് വെളിപ്പെട്ട് കിട്ടുന്ന സമയം, അത് പ്രഖ്യാപിക്കാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. പതിവ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ മുടക്കം വരുത്തരുതേ. ഈ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും ജപമാലകളും ബലിയർപ്പണവും ആരാധനയും തനിച്ചുള്ള പ്രാർത്ഥനയും ഒക്കെ നമ്മളെ അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. എൻ്റെ ഈശോയെ, എന്നെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുനാളിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ ലഭിച്ച അഭിഷേകം അല്പം പോലും കുറഞ്ഞു പോകാൻ എന്നെ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ചാവറ പിതാവ് മരിക്കുന്നതിന് മുൻപ് പറഞ്ഞില്ലേ, മാമോദിസായിൽ സ്വീകരിച്ച പ്രസാദവരം അല്പം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പറയാൻ പറ്റുമോ നമുക്ക്? ഇനിയുള്ള കാലമെങ്കിലും ലഭിച്ച കൃപകൾ അല്പം പോലും നഷ്ടപ്പെടുത്താൻ ഇടയാക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച കൃപയിൽ വളർന്ന് അനേകരെ കൃപയിൽ ജ്വലിപ്പിച്ച് അനേകരെ കൃപയിൽ വളർത്തി കർത്താവിൻ്റെ ദൗത്യം മനോഹരമായി പൂർത്തീകരിച്ച് ഈ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കാൻ ഭാഗ്യം തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകളൊന്ന് യാചനാപൂർവം തുറന്നു പിടിച്ച്, എൻ്റെ ഈശോയെ, അങ്ങയുടെ ആത്മാവ് എന്നെ നിരന്തരം സഹായിക്കുന്നതും എന്നെ നിരന്തരം വഴി നടത്തുന്നതും എന്നെ എന്നും സഹായിക്കുന്നതും ഞാൻ അനുഭവിച്ചറിയുന്നു. ഓരോ സമയവും ദൈവിക പ്രചോദനങ്ങളും ദൈവിക ശക്തിയും എനിക്ക് നൽകി എന്നെ നിരന്തരം നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, എന്നെ വീണ്ടും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പതിവായി വചനം വായിക്കാൻ, പതിവായി ദേവാലയത്തിൽ പോകാൻ, പതിവായി പ്രാർത്ഥിക്കുന്നവരായി തീരാൻ, അങ്ങനെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി ദൗത്യം സ്വീകരിച്ച് അത് പൂർത്തീകരിക്കുന്നവരായി മാറുവാൻ എൻ്റെ ദൈവമേ, നീ എന്നെ ബലപ്പെടുത്തിയാലും, എൻ്റെ ദൈവമേ, നീ എന്നെ ശക്തിപ്പെടുത്തിയാലും സാധിക്കുമെങ്കിൽ രണ്ട് കൈകളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിന്റെ മുൻപിൽ നിൽക്കുന്ന കർത്താവിനെ ഒന്ന് കണ്ടുകൊണ്ട്, ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നീ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും, ഭവനത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിന്റെ ഏത് പ്രവർത്തന മണ്ഡലത്തിലാണെങ്കിലും ഈ സമയം തന്നെ വലിയൊരു അഭിഷേകം കർത്താവ് തരട്ടെ, വലിയൊരു ശക്തി കർത്താവ് ഇപ്പോൾ തന്നെ തരട്ടെ. നഷ്ടപ്പെട്ട കൃപകളെല്ലാം, നഷ്ടപ്പെട്ട ചൈതന്യമെല്ലാം കർത്താവ് ഇപ്പോൾ വീണ്ടും തന്ന് വീണ്ടും നമ്മളെ ഉണർത്തട്ടെ. നമുക്കൊന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ചേർന്ന് പാടാം. പാവനാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, ആത്മാവേ, പാവനാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. ആത്മാവ് എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. ഉത്തരവാദിത്വങ്ങളിൽ, ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളിൽ, ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ പ്രതീക്ഷകളിൽ ആത്മാവേ വന്ന് നിറയണമേ നമുക്ക് പ്രാർത്ഥിക്കാം.